അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി കേട്ടോ. അതെ, ഞാനും ചേച്ചിയും അനിയത്തിയും പിന്നെ അമ്മയും ഉണ്ട് കേട്ടോ, ഫ്രണ്ടിലിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ലാസ്റ്റ് താമസിച്ച് പോയി കേട്ടോ. ഞങ്ങളാണ് കേട്ടോ ഇവർക്ക് സാരിയൊക്കെ കൊടുക്കാനും ഒക്കെ നിന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞങ്ങളാണ്. അപ്പം പിന്നെ കൂടെയുള്ളവർക്കൊക്കെ സാരി ഉടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഞാനും അമ്മയാണ് എല്ലാവരെയും സാരി ഉടുപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച് പോയി ഒരുങ്ങി റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ടാമത് കാറ് വന്നിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊക്കെ വെള്ളമൊക്കെ കുടിക്കണം. അകത്ത് അവിടെ കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചടങ്ങൊക്കെ ആരംഭിച്ചു. നാം എല്ലാവരും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ദൂരങ്ങൾ യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെയും നിയോഗത്തിൽ കടന്നു വന്ന വളരെ അതുപോലെ തന്നെ പുൽപ്പള്ളി ഏജി സമാജ ശിക്ഷകനും അതുപോലെ തന്നെ മലബാർ ഏജി ട്രഷററുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീതമായ ഗായ സംഘത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ പ്രധാനമായ ഗാനങ്ങൾ ഗാന ശുശ്രൂഷയിൽ കർത്താവിൽ ദേവദാസൻ ജിൻസ് കണ്ണൂർ UK എന്നും ദൈവമേ കരുണ ചെയ്യുക, എന്നും കനിവുള്ള ദൈവമേ. മണിക്കൂട്ടിന് ചിക്കൻ ചിക്കൻ തന്നെ ചിക്കൻ ചിക്കൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വിരുന്നിന് പോകുമായിരുന്നു കേട്ടോ. വിരുന്നിന് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ കുഞ്ഞാപ്പി വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടോ കണ്ടത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പയ്യന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും അറിയേണ്ടി വന്നില്ല. ഫുൾ അവരെടുത്തുകൊണ്ട് കിടന്നുകൊണ്ടേനെ കേട്ടോ. പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് അടിയായിരുന്നു കാര്യം പറഞ്ഞാൽ ഈ ചെറുക്കന്മാരെ അവർക്ക് എടുക്കണം പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ സമയമുണ്ട്, അപ്പോൾ അതൊക്കെ എല്ലാവരും എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഇവൻ കരയോ എന്തെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ അതിന് പാലൊക്കെ കുടിക്കേണ്ട ഒരു ടൈമിൽ മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം അവരുടെ കയ്യിലായിരുന്നു, അവരാണ് കൊണ്ട് നടന്നത്. ഞാനതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. ഫുൾ അവരാണ് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഫുൾ കാര്യവും അവരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. മൂന്ന് പേരെ അവർ കൊണ്ട് കിടന്നുള്ളൂ കേട്ടോ. ആൺപിള്ളേരെ ഫുള്ളും അവർ കൊണ്ട് കിടന്നുള്ളായിരുന്നു. എനിക്കതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനേ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല ഫ്രീ ആയിട്ട് സുഖമായിട്ട് പോയി നല്ല എൻജോയ് ചെയ്ത് കല്യാണമൊക്കെ കൂടി പറന്ന് നടക്കുകയായിരുന്നു. കൊടുക്ക് രണ്ട് വീണ്ടും മേടിക്കും.
ഉഷാറായില്ലേ നമ്മുടെ ഒച്ചപ്പാടുണ്ടാ കൊച്ചങ്ങനെ വിക്കി പോയാലോ തോർത്താണ് കുറച്ചേ ഒളിച്ചു കൊടുക്കും അങ്ങോട്ട് നോക്കിയ ചുമ്മാ ഇരിക്കുന്നില്ല അങ്ങോട്ട് നോക്കിയത് ഇവിടെ അവിടെ ഇവിടെ നോക്കുന്നത് ചുമ്മാ ഇരിക്കുന്നില്ല അവിടെ കുഞ്ഞെറുക്കനെ അങ്ങോട്ട് ചെറുക്കനെ ഇത്ര പേര് ഓർമ്മയില്ലായിരുന്നു ഇതൊക്കെ ഇനി എഡിറ്റ് ചെയ്തിടലാണ് പാട്.